ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ബസ്സിലൊക്കെ കയറി ഒരു യാത്ര തുടങ്ങുകയാണ്. അപ്പോൾ നിങ്ങളും കൂടെ പോരെ. ഇത് പോകുന്നത് ഒറീസയ്ക്കാണ്. അപ്പോൾ എനിക്ക് പോകാനുള്ള ട്രെയിനാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് പോയിട്ട് അതിൽ കയറട്ടെ. ഫുള്ള് വീഡിയോ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ട്രെയിൻ അങ്ങ് പോകും. 10 മിനിറ്റുള്ള സ്റ്റോപ്പ്. തൃശ്ശൂരിൽ നിന്നാണ് കയറിയത്. യാത്രയിലാണ്. വഴിയിലൊരു കുതിരേനെ കണ്ടു. അത് കണ്ടു, അതൊക്കെ വീഡിയോ എടുത്തു. കുറച്ച് ഇങ്ങോട്ട് പോയി. 24 മണിക്കൂറത്തെ യാത്രയാണ്. പോണ വഴിക്കേണ്ട ഗോദാവരി നദിയാണ്. കണ്ട, കരക്കയിലൊരു അമ്പലമൊക്കെ ഉണ്ട്. ശിവൻ്റെ അമ്പലമാണ്. പിന്നെ അവിടെ വിശാഖപട്ടണം അവിടെ ചെന്നപ്പോൾ എൻ്റെ അനിയനെ കണ്ടു. അവൻ വന്നിട്ടുണ്ടായിരുന്നു. അവൻ അവിടെ നിന്ന് ജോയിൻ ചെയ്തു ട്രെയിനിൽ. അവിടെ നിന്ന് പിന്നെ കണ്ട കാലത്തിന് കാലീനെ മേയ്ക്കാൻ പോകുന്നു. അവിടെ നിന്ന് കഴിഞ്ഞു. ഈ കാണുന്ന സ്ഥലമില്ലേ, നമ്മുടെ മാപ്പിൽ കാണുന്നതാണ്. ആ കാണുന്ന സ്ഥലമാണിത്. കണ്ട, ഒരു ദ്വീപുമായിരിക്കാണ് കടലിൽ. ആ കാണുന്ന സ്ഥലമാണിത്. നല്ല രസമാണ് കാണാനായിട്ട്. എൻ്റെ ക്യാമറ അത്ര പോരാത്തതുകൊണ്ടാണ് വീഡിയോ കാണാൻ സുഖമില്ലാത്തത്. എങ്കിലും ഒരു സന്തോഷമല്ലേ. അപ്പം അങ്ങനെ കാണിച്ചെന്നുള്ളൂ. ഓക്കെ. കുറേ കടലാണ് അപ്പുറം സൈഡ്. കടലിൻ്റെ ഒരു കയറി വരുന്നൊരു ഭാഗമാണ് ഈ കാണുന്നത്. ഇത് കുർദ് റെയിൽവേ സ്റ്റേഷനാണ്. അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാനായിട്ട് അവിടെയൊക്കെ. അപ്പോൾ ഇത്രയും നേരം സഞ്ചരിച്ചതിൽ വെച്ച് നല്ല വൃത്തിയും നല്ല ക്ലീനാക്കി, നല്ല എന്താ പറയുക, നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചെയ്ത് വെച്ചിരിക്കുന്നൊരു റെയിൽവേ സ്റ്റേഷനായിരുന്നു അത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഫുള്ള് വീഡിയോ ഒക്കെ പറഞ്ഞെടുത്ത് കണ്ട കുറേ ശില്പങ്ങളും. പിന്നെ അവിടെ ഇങ്ങനെ ഇരുന്നപ്പോൾ നമുക്ക് പോയിട്ട് ഇവിടെ അവൻ പറഞ്ഞു മണ്ണിൻ്റെ ഗ്ലാസ്സിൽ ചായ കിട്ടും, അത് കുടിക്കാൻ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ കറങ്ങി പുറത്തിറങ്ങിയതാണ്. ഞങ്ങളുടെ ട്രെയിൻ ഇത്തിരി കൂടെ ലേറ്റ് ആകുമായിരുന്നു. അവിടെ കണ്ട സായിബാബയുടെ ടെമ്പിളാണത്. അങ്ങനെ കുറച്ച് നിന്ന് ചായ കിട്ടി. പക്ഷെ മണ്ണിൻ്റെ ഗ്ലാസ് കിട്ടിയില്ല. മണ്ണിൻ്റെ ഗ്ലാസ്സിലല്ല ചായ കിട്ടിയത്. അത് അവിടുത്തെ ഒരു ട്രഡീഷണലായിട്ടുള്ള ചായ തന്നെയാണ്. പക്ഷേ കിട്ടിയത് ഈ ചെറിയ ഗ്ലാസ്സിലായിപ്പോയി. പിന്നെ അവിടെ വെയിറ്റ് ചെയ്തു. രാത്രിയായിരുന്നു ട്രെയിൻ. 6 മണിക്കോ മറ്റോ ആയിരുന്നു. അവിടെ നിന്ന് വന്നു. ഇത് പുരി റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടെ നിന്ന് നമ്മുടെ ട്രെയിൻ ഇവിടെ വന്ന് തീർന്നു. അവിടെ വരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കണ്ട, ട്രെയിൻ വന്ന് സ്റ്റോപ്പാവുന്നതിൻ്റെ നേരെയാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ ആൾക്കാർ മൊത്തം പോകുന്നത് നമ്മുടെ പുരി ജഗന്നാഥ് ടെമ്പിളിലേക്കാണ്. ഞാൻ വിചാരിച്ച് നോർമലി റെയിൽവേ സ്റ്റേഷനിൽ കാണുന്ന തിരക്കായിരിക്കും, ലാസ്റ്റ് സ്റ്റോപ്പാണല്ലോ എന്ന്. പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴല്ലേ കാണുന്നത് ഫുള്ള് ആൾക്കാർ പോകുന്നു. എല്ലാവരും ഇങ്ങടെ ടാക്സി പിടിക്കുന്നു, ഓട്ടോറിക്ഷ പിടിക്കുന്നു, എല്ലാവരും ഇങ്ങനെ വരുന്നു. അപ്പോൾ ഇങ്ങനെ ആ വഴി നമ്മളൊരു ഷെയർ ടാക്സിയൊക്കെ പിടിച്ച് അവിടെ എത്തി. അതേ ആ കാണുന്നതാണ് പുരി ജഗന്നാഥ ക്ഷേത്രം. ടെമ്പിളിൻ്റെ ഒരിതാണ് കൊടി. ഇതാണ് കാണുന്നത്. കണ്ടോ, നല്ല തിരക്കായിരുന്നു ചെന്ന് കയറി കഴിഞ്ഞപ്പോൾ. ഞങ്ങൾ ചെന്നത് 7 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 7 മണിക്ക് അവിടെ ചെല്ലുമ്പോൾ
പറയാൻ പറ്റില്ല, അത്ര ആളുണ്ടായിരുന്നു അവിടെ. കുറേ ആൾക്കാർ വരുന്നു, തൊഴുകുന്നു, കുറേ ആൾക്കാർ ക്യൂ നിൽക്കുന്നു, കുറേ ആൾക്കാർ തിരിച്ചു പോകുന്നു. അങ്ങനെ അപ്പോൾ ഞങ്ങളിങ്ങനെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു രാത്രി 12 മണി വരെ ദർശനമുണ്ട്, ധൈര്യമായിട്ട് കയറിക്കോ, കാണാൻ തൊഴാൻ പറ്റും എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കയറി, അമ്പലത്തിലേക്ക് കയറി ഇറങ്ങി. ഇപ്പോൾ അത് കയറി തൊഴുതു, പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ പുറത്ത് ഇറങ്ങി. അപ്പോൾ രാത്രി സമയം 12 മണി കഴിഞ്ഞു. നട അടയ്ക്കാനുള്ള നടയൊക്കെ അടച്ചു. പിന്നെ അവിടെയൊക്കെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ആൾക്കാരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കണ്ടോ, അമ്പലത്തിൻ്റെ ഒരു റൈറ്റ് സൈഡിൽ നിന്നിട്ടാണ്, ലെഫ്റ്റ് സൈഡിൽ നിന്നിട്ടാണ് ഈ ഫോട്ടോസൊക്കെ എടുത്തത്. അമ്പലത്തിൻ്റെ ഇത്തിരി കാണുന്ന ഏരിയ അതാണ്. പിന്നെ ബാക്കിയെല്ലാം ഒരു പണിയൊക്കെ നടക്കുന്ന നേരം ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ കിട്ടുന്ന ഫോട്ടോസും വീഡിയോസൊക്കെ ഞാൻ ഇതിൻ്റെ അകത്ത് ഇടുന്നുണ്ട്. കണ്ടാ, അങ്ങനെ അവിടുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു, കുറേ വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെ അവിടുന്ന് കഴിഞ്ഞു. അപ്പോൾ 12 മണി കഴിഞ്ഞപ്പോൾ നടയൊക്കെ അടച്ചപ്പോൾ വരിയിലെ തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഈ ഒരു വരി നിൽക്കാൻ വേണ്ടിയിട്ട്, ക്യൂ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള പന്തലാണ് കാണുന്നത്. അങ്ങ് കിടക്കുകയാണ് അറ്റം വരെ. അവിടെ അറ്റത്ത് നിന്നിട്ടാണ് ഞങ്ങൾ വന്ന് കണ്ടത്. പക്ഷേ തൊഴുകാൻ പറ്റി, എല്ലാവർക്കും തൊഴുകാൻ പറ്റി. നല്ല രീതിയിൽ തന്നെ തൊഴുത് പ്രാർത്ഥിക്കാനൊക്കെ പറ്റി. അങ്ങനെ അവിടുന്ന് തൊഴിലൊക്കെ കഴിഞ്ഞ് രാത്രി തന്നെ ഞങ്ങൾ തിരിച്ചു അടുത്ത കൊണാർക്കിൽ നിന്ന് പോകണം. അപ്പോൾ അങ്ങോട്ട് പോകാനുള്ള യാത്രയിലാണ്.